നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് വെക്കുന്ന വികസന നയത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ സമഗ്രതയാണ്. ഓരോ വികസന പദ്ധതിയുടെയും ഫലം എല്ലാ പൗരന്മാരിലേക്കും എത്തിച്ചേരുന്ന രീതിയാണ് നാം വിഭാവനം ചെയ്തിട്ടുള്ളത്. എല്ലാവരും വികസനത്തിൻ്റെ സ്വാതറിയണം. എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്പർശമറിയണം. ഇതിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. നമുക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ട്. എല്ലാവരുടെയും ഓർമ്മ പഴയ ചില കാര്യങ്ങളിലേക്ക് തിരിച്ചു വിട്ടാൽ വളരെ പഴക്കമുള്ളതല്ല, ഒരു 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഓർത്തു നോക്കിയാൽ പലർക്കും ആ കാലത്തെക്കുറിച്ച് ഓർമ്മ വരാനിടയുണ്ട്. അന്ന് നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്നൊരു പൊതുവികാരമായിരുന്നു. ഇവിടെ നടക്കുകയേയില്ല എന്ന് കരുതിയ ഒട്ടേറെ പദ്ധതികൾ. എന്നാൽ അതൊക്കെ പഴയ ഓർമ്മയായി മാറിക്കഴിഞ്ഞു. ഇന്നവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും. ആ യാഥാർത്ഥ്യമായത് ഒരു സ്വാഭാവിക പ്രക്രിയയല്ല. 2016 മുൻപ് ഇത്തരമൊരു പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്ത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയതും യാദൃശ്ചികമല്ല. ഇത് വ്യക്തമായ നയത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. നമ്മുടെ നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി വരുന്നതാണ്. ആ പ്രതിബദ്ധത വേണ്ടതിലുമധികം LDF സർക്കാരിന് ഉണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റ് തടസ്സങ്ങളൊന്നും ബാധിക്കാതെ തന്നെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനായി. എന്താണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാടിൻ്റെ പുരോഗതിയും ജനങ്ങളുടെ നന്മയുമാണ്. ജനങ്ങൾക്കാണ് അതിൻ്റെ ഗുണഫലം ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നടക്കില്ല എന്നതായിരുന്നു 2016 മുൻപുള്ള അവസ്ഥ. ആ നില തിരുത്താൻ കഴിഞ്ഞതുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തടസ്സങ്ങൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാതെ നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കലാണ് പ്രധാനം എന്ന രീതിയിൽ ഇടപെട്ടതുകൊണ്ടുമാണ് ഇപ്പോൾ നല്ല രീതിയിൽ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത്. അതിൻ്റെ പൂർത്തിയായ ഭാഗങ്ങൾ അടുത്ത ദിവസം പ്രധാനമന്ത്രി ഇവിടെ എത്തി ഉദ്ഘാടനം ചെയ്യുന്നുവെന്നാണ് അതിൻ്റെ മന്ത്രിയായ കേന്ദ്രമന്ത്രി ഗഡ്കരി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അതിൻ്റേതായ ഗുണം ജനങ്ങൾ അനുഭവിക്കുക. ഇതോടൊപ്പം തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാകില്ല എന്ന് കരുതിയ മറ്റൊരു പദ്ധതിയാണ്. നമ്മോടൊപ്പം ആരംഭിച്ചവർ എല്ലാ സംസ്ഥാനങ്ങളും പൂർത്തിയാക്കിയിട്ടും
നമുക്കതിൻ്റെ തുടക്കം കുറിക്കാൻ പോലും കഴിഞ്ഞില്ല. 2016 ശേഷം ആ പദ്ധതിക്ക് ജീവൻ വെച്ചു. ആ പദ്ധതി നേരത്തെ തന്നെ പൂർത്തിയായി. നല്ല രീതിയിൽ പൈപ്പിലൂടെ ഗ്യാസ് പ്രവഹിക്കുന്ന അവസ്ഥ വന്നു. എടമൺ കൊച്ചി പവർ ഹൈവേ അതും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. 2016 ശേഷം അതിന് ജീവൻ വെച്ചു. ഇപ്പോൾ അതിലൂടെ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. ഇങ്ങനെ നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ഗതാഗത സൗകര്യത്തിൽ വലിയ മാറ്റം. ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, മറ്റൊരു ഭാഗത്ത് മലയോര ഹൈവേ, രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുകൊണ്ട് അത് നടപ്പാക്കുകയാണ്.